നമ്മൾ ഈ ഗൃഹസ്ഥരായിരിക്കുന്ന നമ്മളോട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? 10 കാശ് ഉണ്ടാക്കണം അല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ ചിന്ത അതല്ലേ? നല്ല 10 കാശ് കയ്യിലുണ്ടെങ്കിൽ സമൂഹത്തിൽ സ്റ്റാറ്റസായി നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് നല്ല വലിയ ആളായിട്ട് നിൽക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് കാശുണ്ടാക്കണം, മക്കളൊക്കെ നല്ല ഉയർന്ന നിലയിലെത്തണം, നല്ലൊരു വീടൊക്കെ പണിയണം, വാഹനം വേണം. ഇങ്ങനെ എന്തൊക്കെയാണോ ഭൗതികമായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ, ഈ നേട്ടങ്ങളെയായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുക. ഇതിനാർക്കും എതിരുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഈ ലോകം തന്നെ ഏത് രാജ്യമെടുത്താലും ഏത് ദേശമെടുത്താലും ഒരു മനുഷ്യനോട് നിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ആദ്യം നമ്മുടെ ലക്ഷ്യമായിട്ട് വെക്കുക. നാലാമത്, ഇപ്പം പറഞ്ഞ 3 കഴിഞ്ഞ് 4-മതായിരിക്കും നമ്മൾ കുറച്ച് സമാധാനമൊക്കെ വേണം കൂടെ എന്നും കൂടി പറയുക, ആണോ? പിന്നെ 5-മതായിട്ട് ദൈവാധീനവും കൂടെ കിട്ടിയാൽ നല്ലതാ എന്നും കൂടി പറയും നമ്മൾ. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യം പറഞ്ഞ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയാലേ, അതായത് സാധാരണ ഗൃഹസ്ഥനായിരിക്കുന്ന നമുക്ക് 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട് ഓടുന്ന നമ്മളോട് കാശ് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും വേണ്ട എന്ന് പറയില്ല. അപ്പോൾ ഇവിടെ ഒരു നീതിസാര ശ്ലോകത്തിൽ പറയുന്ന ഒരു രസകരമായ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ്: അർത്ഥാനാം ആർജനേ ദുഃഖം ആർജിതാനാം തു രക്ഷണേ ആയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥ കിം ദുഃഖഭാജനം. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ശ്ലോകം പറയുന്നത്? അർത്ഥാനാം ആർജനേ ദുഃഖം, അർത്ഥം നമ്മൾ ആർജിക്കുന്നത് ദുഃഖം സഹിച്ചിട്ടാണെന്നാ പറയുക. ഇല്ലേ? വെറുതെ നമുക്ക് പണം ആരെങ്കിലും കൊണ്ടു തരുമോ? ഇപ്പൊ ലോട്ടറി ഒക്കെ അടിച്ചാൽ പെട്ടെന്ന് പണം അടിച്ചു എന്ന് വയ്ക്കുക. എത്ര പേർക്ക് ലോട്ടറി അടിക്കും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ലോട്ടറി അടിച്ചിട്ടുണ്ട് ഇതുവരെ? പലരും ലോട്ടറി എടുക്കുന്നുണ്ടാവും, എന്നും ലോട്ടറി എടുക്കണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ അടിക്കും എന്നുള്ള പ്രതീക്ഷയും. അപ്പോൾ നമുക്ക് ധനം ആർജിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, കുറെ ബുദ്ധിമുട്ടിയാണ് അത്രേ ധനം ആർജിക്കുന്നത് എന്ന് നീതിസാര ശ്ലോകത്തിലും ഋഷിമാർ പറയുന്നുണ്ട്. ഇനി ധനം കിട്ടിക്കഴിഞ്ഞാലോ? ആർജിതാനാം തു രക്ഷണേ, അത് രക്ഷിച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നാ പറയണത്. നമുക്ക് വേണ്ടേ ബാങ്കിലെ കൊണ്ടൊക്കെ വെക്കാം, പക്ഷെ നമുക്ക് പേടിയാ, ബാങ്ക് തന്നെ കൊള്ളയടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇന്നിപ്പോൾ അതേ കരുവന്നൂർ ബാങ്കിൻ്റെ കഥ കേൾക്കുമ്പോൾ, ഓരോ സഹകരണ ബാങ്കിൻ്റെ കഥ കേൾക്കുമ്പോൾ, നാളെ നാഷണലൈസ്ഡ് ദേശസാൽകൃത ബാങ്കുകൾക്കൊക്കെ ഇത് സംഭവിച്ചൂടെ? ഇനി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിടാന്ന് വെച്ചാലോ? പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മിനിസ്ട്രി മാറുന്നതനുസരിച്ച് സ്ഥലവില കൂടാം കുറയാം എന്നൊക്കെയുള്ള തമാശകൾ. അപ്പോൾ ധനം കിട്ടിയാലും പ്രശ്നമാണ്, അത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നമുക്ക്. ഇനി അടുത്ത് 3-മത്തെ വരികളിൽ പറയുന്നു, ആയേ ദുഃഖം വ്യയേ ദുഃഖം. അതായത് ആർജിക്കണതും ദുഃഖമാണ്, സൂക്ഷിച്ചു വെക്കണതും ദുഃഖമാണ്. വ്യയേ ദുഃഖം, അത് ചിലവഴിക്കണതും എന്താണ്? ദുഃഖം തന്നെയാണ്. കയ്യിൽ കിട്ടുന്ന പൈസ നമുക്ക് വെറുതെ കൊണ്ടേ കളയാൻ തോന്നുമോ? ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നുള്ള മലയാളം ചൊല്ലൊക്കെ എട്ടുപഠിച്ച് വളർന്ന നമുക്ക് പൈസ കളയണത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പൈസ ചെലവഴിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. പിന്നെ എന്താണ് അർത്ഥം? അർത്ഥക്കീം എന്ന് ചോദിക്കുമ്പോൾ ദുഃഖഭാജനം എന്നാണ് പറയുന്നത്. ദുഃഖം ഇട്ടുവെക്കാനുള്ള ഒരു പാത്രം മാത്രമാണ് എന്ത്? ധനം.